കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ ഒരു ക്യാമ്പസിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു കുട്ടിയുടെ ആത്മഹത്യ വേണ്ടി വന്നു മറ്റു കുട്ടികൾക്കൊക്കെ ഇത് തുറന്നു പറയാൻ. അപ്പോഴും ആ കുട്ടികൾക്ക് ഭയത്തിൽ നിൽക്കുകയാണ്. അവിടുത്തെ ചില കുട്ടികളൊക്കെ പറയുന്നത്, കോളേജിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഇനി പരീക്ഷ എഴുതാം എന്ന് പ്രതീക്ഷിക്കേണ്ട, നിങ്ങളിനി നിങ്ങളുടെ അറ്റൻഡൻസ് ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, നിങ്ങളുടെ ഭാവി തുലാസിലാക്കുമെന്നൊക്കെ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു മാനേജ്മെന്റ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺജി. എന്തൊരു അധ്യാപക സമൂഹമാണ് ഇത്. അധ്യാപക സമൂഹത്തിന് അപമാനമാണ് ഇത്തരം ആൾക്കാർ. ഇത് നമ്മുടെ നാട്ടിൽ എത്ര കാര്യങ്ങൾ ഇപ്പൊ ഇതിനൊക്കെ ശരിയായ നിയമ നടപടികൾ സ്വീകരിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇതൊരു ആവർത്തിച്ച് വരുന്നത്. ഇതൊന്നും ശരിയല്ല. ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ അവഗണിക്കുക, ആ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിയിടുക, ആ ഒരു കുടുംബത്തിന്റെ ഒരു അത്താണിയായിരിക്കില്ലേ ആ കുട്ടി. ആ മാതാപിതാക്കൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അത്രമാത്രം വളർത്തി വലുതാക്കി ആ ഒരു സ്ഥാനത്തിലെത്തിച്ച് വിദ്യാഭ്യാസം നൽകാൻ വിചാരിച്ച ആ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ഇവരെ പോലുള്ളവരല്ല ആരാ ഈ അധ്യാപകരാക്കുന്നത്? ഇവരെല്ലാം ശരിക്കും തുറത്തിക്കൊല്ലണം, എന്നാലേ പഠിക്കും. ഇന്നാലും പഠിക്കില്ല ചിലപ്പോൾ. ഇതൊന്നും ശരിയല്ല. ഇതൊന്നും കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശാന്തി മാത്യു ആണ് കോതമംഗലത്ത് നിന്ന് വിളിക്കുന്നത്. ശ്രീ ശാന്തി മാത്യു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ കുട്ടികൾക്ക് നേരെയൊക്കെ ഇങ്ങനെ മാനസികമായി കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പഠിക്കേണ്ടവരായി മാറുകയാണോ നമ്മുടെ ക്യാമ്പസുകളൊക്കെ? ഒരു കാലത്ത് ക്യാമ്പസുകളിലൊക്കെ ഇങ്ങനെയൊക്കെ അധ്യാപകരോ മറ്റാരെങ്കിലുമൊക്കെ പ്രതികരിച്ചാൽ അതിനെതിരെ പല രീതിയിലും മോശമായ രീതിയിലടക്കം കായികമായിട്ടടക്കം പ്രതികരിക്കുന്ന ഒരു തലമുറയായിരുന്നു ഉണ്ടായിരുന്നത്. അത് തെറ്റാണ് എന്നെങ്കിൽ പോലും. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം സഹിച്ച് കുട്ടികൾ ആത്മഹത്യയിലേക്ക് അഭയം കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയോ നമ്മുടെ വിദ്യാഭ്യാസ മേഖല? നമ്മുടെ വ്യവസ്ഥിതി, ആദ്യമായിട്ട് പറയട്ടെ, ഈ മീഡിയ വൺ മാധ്യമത്തില് ഈ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോവുകയാണ്. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അത്ര കണ്ട് സങ്കടകരമാണ് ഈ കാഴ്ച. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ സാഹചര്യങ്ങളുണ്ടല്ലോ, ഇതിങ്ങനെയൊക്കെ എത്തിപ്പെടാൻ അവിടെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ, ആ കോളേജിന്റെ അന്തരീക്ഷങ്ങള് പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതായത് ഒരു കലാലയ സാഹചര്യങ്ങള് പലപ്പോഴും ഈ കലാലയ പൊളിറ്റിക്സ് ഒക്കെ വേണ്ട എന്ന് നമ്മൾ പലപ്പോൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളെ എതിർക്കാൻ കഴിയുന്ന തരത്തിൽ കലാലയ രാഷ്ട്രീയം അതിന്റെ അതിർവരമ്പുകൾ നിശ്ചയിച്ചുകൊണ്ട് വീണ്ടും ആകാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാത്രമല്ല, നമ്മൾ ഇതിന്റെ പരിസരങ്ങൾ, ഇപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഒരു സംഭവം നേരിടുമ്പോൾ, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ, അത്